ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിങ്ങനെ ഒരു സീരീസ് കാണുമായിരുന്നു ഇന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിലർ പോയി, ഒരു അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെ ഒരു വേറൊരു സീരീസിൻ്റെ ട്രെയിലർ പോയി. അപ്പോൾ അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ ഒരു ആൾ ഭയങ്കര ഹാർഷായിട്ട് നന്നായിട്ട് അടിക്കുന്നതാണ് ഒരു ചെറിയ പാട്ടായിരുന്നു അതിൽ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കൊരു ഫ്ലാഷ് ബാക്ക് പോയി ഞങ്ങളെല്ലാവരും ചെറുപ്പകാലത്തിലേക്ക്. എല്ലാവർക്കും ചൈൽഡ്ഹുഡിൽ മെമ്മറീസ് ഉണ്ടാവും. കുറേ പേര് അവരവരുടെ സ്കൂളിനെ പറ്റി പറയും, യോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയേഴ്സ് നമ്മുടെ ലൈഫിൽ എന്ത് രസമായിരുന്നു അല്ലേ, നമ്മൾ ലിവ് എന്ന് പറയില്ലേ, അത് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ടൈമാണിത്. എത്ര മെമ്മറീസ് ഉണ്ട്, എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആകുമ്പം, എസ്പെഷ്യലി കേരളത്തിലൊക്കെ കൂടുതൽ ഞങ്ങൾ കേൾക്കുന്നത്, ഞങ്ങൾ അമ്മേൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്താണെങ്കിലും കൂടുതൽ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോയി, പിന്നെ കുളത്തിൽ ചാടി, തോട്ടിൽ കളിച്ചിട്ടാണ് വന്നത്, മീൻ പിടിച്ചു, അങ്ങനെയൊക്കെ കുറേ മെമ്മറീസ് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചിന്തിക്കുമ്പോൾ ഐ ഡോണ്ട് നോ, അത് ഇപ്പം ആൾക്കാരെന്നെ കളിയാക്കുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ, എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടായ സമയത്ത് അവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചു വന്നതാണ്, മദാമ്മയാണ്, ഭയങ്കര ഇംഗ്ലീഷാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അത് സ്ട്രിക്റ്റ് റൂൾസാണ്. കോൺവെൻറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന സ്കൂൾസാണ്. അപ്പം ഞാൻ കോൺവെൻറ്റ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആൺകുട്ടികളായിട്ടോ മാഷന്മാരായിട്ട് ഇങ്ങനെ മെയിൽ ടീച്ചേഴ്സായിട്ടുള്ള കണക്ഷൻ ഇല്ല. അപ്പം ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണെങ്കിലും പ്യുവർലി ബോയ്സ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പക്ഷേ ഇതല്ല അതിൻ്റെ റീസൺ. പക്ഷേ ഞങ്ങൾക്കൊക്കെ, എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഉള്ള സ്കൂൾ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്ലെസൻറ്റ് മെമ്മറീസ് അല്ല. ഓണസ്റ്റ്ലി അത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് തന്നെ എക്സ്പ്രഷൻ വരുന്നുണ്ടാവും. ബിക്കോസ് ഇഫ് ആരെങ്കിലും എന്നോട് പറഞ്ഞു വെച്ചാൽ നിന്നെ തിരിച്ച് ആ ഒരു കാലത്ത് കൊണ്ടുവിടാം, വീണ്ടും സ്കൂളിങ് ചെയ്യാം, നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോവാം, ചോക്ലേറ്റ്സ് വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ നിങ്ങൾ പണിഷ്മെൻറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ക്ലാസ്സിൽ PT പീരിയഡുള്ള സമയത്ത് നിങ്ങളിങ്ങനെ കളിക്കാൻ പോകുന്നു, ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളെന്താ പറയുക, നമ്മൾ കളിക്കുന്ന ഗെയിംസ് അതാണ് ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ഗോസിപ്പ് ചെയ്യുന്ന വേറെ കുട്ടികളായിട്ട്, ചില കുട്ടികളായിട്ട് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത്, ചിലതായിട്ട് പിണങ്ങുന്നത്, പിന്നെ ഇണങ്ങുന്നത്, അവർ ഓരോരുത്തർ കൺവിൻസ് ചെയ്യാൻ വരുന്നത്, എല്ലാവരും വേറെ വേറെ ടിഫിൻ കൊണ്ടുവരും. അപ്പം എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന ഇത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അവരൊക്കെ എന്താ പറയുക, കൈപുണ്യം എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ മേക്കിംഗ് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയി. പിന്നെ ഞങ്ങൾ പൂനെയിലായ സ്ഥിതിക്ക് മലയാളികളല്ലാത്ത കുട്ടികൾ കൊണ്ടുവരുന്ന ടിഫിൻ ആകുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് ഐറ്റം തന്നെയായിരിക്കും അവരുടെ ടിഫിൻ ഉണ്ടാവുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനത്തെ സംഭവങ്ങളിലേക്കില്ല. അവരുണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ മഹാരാഷ്ട്രൻ ആയിട്ടുള്ള ടോട്ടലി ഡിഫറെൻറ്റ് എന്താ പറയുക ഐറ്റംസ് തന്നെയായിരിക്കും ഉണ്ടാവുക, റെസിപ്പീസ് എന്ന് പറയും. പക്ഷേ ഇതൊക്കെ നല്ല മെമ്മറീസ് തന്നെയാണ്. വേറെ ഭക്ഷണം കഴിച്ചതും, പുതിയ ഫ്രണ്ട്സ് ഉണ്ടായതും, അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്തതും. 12 ഇയേഴ്സ്, ജസ്റ്റ് ഇമാജിൻ 12 ഇയേഴ്സ് ഓഫ് എ ബേബീസ് ലൈഫ് എന്ന് പറഞ്ഞാൽ LKG ലോവർ KG മുതൽ 10th നിങ്ങൾ കഴിഞ്ഞു പോകുന്നവരെ 12 ഇയേഴ്സ് പീരീഡാണ് ഒരു കുട്ടി സ്കൂളിങ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പീരീഡിലേക്ക് എന്നെ തിരിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും ഡിയറസ്റ്റ് ആവേണ്ടത്. ആക്ച്വലി ഏറ്റവും കൂടുതൽ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവേണ്ട ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സ്ഥലം, ആ ഒരു സ്കൂളിൻ്റെ ഒരു എൻവയൺമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്, നമ്മൾ സ്കൂൾ കാണുമ്പോൾ നമുക്കൊരു മെമ്മറി ഉണ്ടാവില്ല, എൻ്റെ സ്കൂള്, വാവ്, ഇവിടെ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്തൊക്കെ മെമ്മറീസ് ഉണ്ടെന്ന് അറിയാം, ഇവിടെ നമ്മൾക്ക് എത്ര സ്റ്റോറീസ് പറയാനുണ്ട്. പക്ഷേ ഓണസ്റ്റ്ലി ഐ ഡോണ്ട് നോ, ഇത് എൻ്റെ പ്രശ്നമാണോ, അതോ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ, അതോ ആ ഒരു പീരീഡിൻ്റെ പ്രശ്നമാണോ, ഐ ഡോണ്ട് നോ. പക്ഷേ പേഴ്സണലി എന്നെപ്പറ്റി എൻ്റെ ആ മെമ്മറി ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരിക്കലും എനിക്ക് ആ മെമ്മറി വിസിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫിനാൻഷ്യലി നമുക്ക് ഏൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ വീട്ടുകാരെ നോക്കണം. നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി, നമ്മൾ അച്ഛനമ്മേനെ നമ്മൾ നോക്കണം, നമ്മൾ വീട്ടിൽ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കും വയ്യാണ്ടാവണം അവരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകണം, വീട്ടിൽ കുറച്ച് കുക്കിംഗ് ഹെൽപ്പ് ചെയ്യണം, അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ കുറച്ചൊരു വലിയ മനുഷ്യനാകുമ്പോൾ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് റെസ്പോൺസിബിൾ. അന്നത്തെ കാലത്ത് തന്നെ നമ്മളെന്താ, സ്കൂളിൽ പോവുക, വരിക, പഠിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ആ സമയത്ത് കാർട്ടൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ കളിക്കുക, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എന്നാലും ഐ വുഡ് സേ സ്കൂളിംഗ് പീരീഡിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ നോ, സ്ട്രിക്റ്റ് നോ. എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം എൻ്റെ വൺ ഓഫ് ദി വേർസ്റ്റ് പീരിയഡ്സ് ആയിരുന്നു അത്. എങ്ങനെ ഞാൻ എന്ത് റീസണെന്ന് പറയാൻ, ഐ തിങ്ക് ഐ നെവർ എൻജോയ്ഡ്.
ഐ ഓണസ്റ്റ്ലി നെവർ എൻജോയ്ഡ് സ്കൂൾ. അതൊരു സാഡ് സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും പറയാനുണ്ടാവുക. ഞങ്ങളൊക്കെ ലൈഫ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത ആൾക്കാരാണെന്നുള്ളത്. സോ ഐ വുഡ് റിയലി വോണ്ട് ടു നോ നിങ്ങളെയൊക്കെ സ്കൂൾ ലൈഫ്, ആ ഒരു സ്കൂൾ പീരീഡ്, നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അവിടെ നിങ്ങൾ വഴിക്ക് കാണുന്ന ചേട്ടൻ ചേച്ചിമാർ, അല്ലെങ്കിൽ നിങ്ങളെ സീനിയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ റിക്ഷയിലോ വേറെ എന്തെങ്കിലും വണ്ടിയിൽ നിങ്ങൾ സ്കൂളിൽ വിടുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ, പിന്നെ വേറെ അടുത്ത സ്കൂളിലുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ മാങ്ങ പറിക്കുക, മറ്റേ പുളി പറിക്കുക, മീൻ പിടിക്കുക, തോട്ടിൽ ചാടുക, അങ്ങനെ നാട്ടിലുള്ള ആൾക്കാർ വേറെ കുറച്ചും കൂടെ എന്താ പറയുക ഗ്രാമീണ എൻവയൺമെൻറ്റ്, കുറച്ച് വില്ലേജ് സൈഡിലേക്കുള്ള ആൾക്കാരാകുമ്പോൾ കുറേയും കൂടെ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവായിരിക്കണം. അപ്പം അങ്ങനെ എന്താണ് നിങ്ങളുടെ മെമ്മറീസ്? ഇഫ് യു കുഡ് ഡ്രോപ്പ് ദാറ്റ് ഇൻ ദ കോമെൻറ്റ്, ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അത് എനിക്ക് മാത്രം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. കോമെൻറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വായിക്കാം. എവറിബഡി ക്യാൻ ഷെയർ ദിയർ എക്സ്പീരിയൻസ്. സോ ദാറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഡ്രോപ്പ് വൺ ഫേവറേറ്റ് ഇൻസിഡൻറ്റ് ഡ്യൂറിങ് യർ സ്കൂൾ ടൈം.